സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് തലേ ദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വേണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രീൻ പീസ് മുഴുവനായിട്ടും ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് 3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിവിടെ തുറക്കുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു പീസ് കോളിഫ്ലവർ, അതുപോലെ തന്നെ ചെറിയൊരു സവാള, 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഒന്നിച്ച് തന്നെ ഈ ഒരു ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. ഏകദേശം 1 കപ്പ് അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്തേക്ക് ഞാനിവിടെ ഒരു ജാറിലേക്ക് 1.5 പിടി അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം, ഒരു 10 കാഷ്യൂനട്ട്, 8 മുതൽ 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഒരു 2 സെക്കൻഡ് നേരം വഴറ്റി കൊടുത്തിട്ട് ഒരു സ്റ്റെം കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 25% മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായിട്ട് ചൂടായിട്ട് കിട്ടുന്ന വിധത്തിൽ മാത്രം ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. വെന്തൊടയൊന്നും വേണ്ട, നല്ല രീതിയിലൊന്ന് ചൂട് തട്ടുന്ന വിധത്തിൽ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസും വെജിറ്റബിൾസും കൂടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത്, ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട്, തേങ്ങയുടെ അരപ്പ് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് തിളക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മല്ലിയില കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്.
അപ്പോൾ ഇതാ ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇത്തിരി ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ നല്ല ഒരു അടിപൊളി കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതേപോലെ റെഡിയാക്കുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. Bye.